ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഞാൻ എൻ്റെ സെൽഫ് യൂസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത ഒരു പെർഫ്യൂം ഊതാണ്. പെർഫ്യൂം അല്ല, ഊതാണ്. ഊതിൻ്റെ ഓയിലാണ്. ഇത് ഒറിജിനൽ ഓയിലാണ്. ഇതിൽ ഒരു തരത്തിലുള്ള മായം ചേർക്കലോ കള്ളത്തരങ്ങളോ ഇതിലില്ല. പക്ഷെ അതിനോട് തന്നെ നമ്മൾ ഇതിവിടെ സെയിൽ ചെയ്യുന്നില്ല കേട്ടോ. മീൻസ് ഒരുപാട് പേര് അങ്ങനെ വിചാരിക്കുന്നുണ്ട്, നിങ്ങൾ സെയിൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് മാത്രമേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ, റിവ്യൂ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. പബ്ലിക്കിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ മാർക്കറ്റിലെ ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ എന്തെല്ലാം ഞാൻ കണ്ടോ അതൊക്കെ നമ്മൾ ഈ ചാനലിലൂടെ നമ്മൾ പെർഫ്യൂം അല്ലെങ്കിൽ ഫ്രാഗ്രൻസുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ റിവ്യൂ ആയിട്ട് ചെയ്തു വരും. ഇതിവിടെ സെയിൽ ചെയ്യാനില്ല, ആകെ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇത് ഒറിജിനൽ ദഹനൽ ഊതാണ്. ഒറിജിനൽ ദഹനൽ ഊത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആകെ 2 മില്ലി 4000 റുപ്പീസിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 2 ml 4000 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ക്വാളിറ്റിയിലാണ്. ഇതിൻ്റെ നമുക്ക് എടുത്ത് പറയാനുള്ളൊരു കാരണം, ഇതിൻ്റെ മറ്റുള്ളൊരു കാര്യം ഒരുപാട് പേർക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടാവില്ല എന്നുള്ളൊരു വാസ്തവമാണ്. കാരണം അങ്ങനത്തെ ഒരു ദഹനല്ലൂത് അതിപ്പോൾ എൻ്റെ കയ്യിൽ അടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ സ്മെല്ല് ഇങ്ങനെ ഒന്നും പോയി നിൽക്കൽ തുടങ്ങി. മീൻസ് ഞാൻ ആദ്യം ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഡേവിഡോഫിൻ്റെ കൂൾ വാട്ടർ പെർഫ്യൂം ഓയിലായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. അതിൻ്റെ മുകളിൽ ഞാൻ ജസ്റ്റ് ഇതും കൂടി അപ്ലൈ ചെയ്തു. അപ്പോൾ രണ്ടിൻ്റെ സ്മെല്ലും ഇതാണ് ഒരു 90% ഹൈപ്പായി വന്നത്. മറ്റേത് ലൈറ്റ് സ്മെല്ലായിട്ട് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നേ ഉള്ളൂ. ഏത് ഡേവിഡോഫിൻ്റെ കൂൾ വാട്ടർ എന്നുള്ളത്. ഇങ്ങനത്തെ ഓയിലുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എവിടെ കിട്ടും എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എൻ്റെ കയ്യിൽ ഞാനിത് വെക്കുന്നില്ല, സെയിൽ ചെയ്യുന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഇത് പൊതുവെ നമുക്ക് ഇവിടെ സെയിൽ ചെയ്ത് പോവാറുള്ളത്. മീൻസ് ഇത് എൻക്വയറി വരാനുള്ളത് തന്നെ നമുക്ക് അറബാന് ഗിഫ്റ്റ് കൊടുക്കാൻ, സ്പോൺസേഴ്സിന് ഗിഫ്റ്റ് ചെയ്യാനൊക്കെയാണ്. കാരണം അറബിക് ടച്ചാണ് ഇതിൽ നമുക്ക് കാര്യമായി വരിക. അത്തരം തന്നെ മീൻസ് നമുക്ക് ഒന്നും കൂടി മനസ്സിലാവുന്ന രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒരു നീറ്റടക്കൻ്റെ സ്മെല്ല് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്മെല്ല്, ഒരു ഫ്രാഗ്രൻസുമാണ് ഇതിൽ നമുക്ക് കാര്യമായി കിട്ടുക എന്നുള്ളതാണ്. പിന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നിടത്ത് നമുക്ക് നിർബന്ധമായും കൂട്ടിച്ചേർക്കാനുള്ളതാണ് ആ ഒരു ആത്മീയ സ്മെല്ല്. ഇതിൽ ആത്മീയ എന്ന് പറഞ്ഞാൽ അത്രയും ആത്മീയ സ്മെല്ല് ഇതിലിങ്ങനെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് മാത്രം സ്മെല്ല് എടുക്കുമ്പം ഒരുപാട് സമയത്തേക്ക് ഒരു പ്രത്യേക വൈബിലൂടെ നമ്മളങ്ങനെ കൊണ്ടുപോകും. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ദഹനൽ ഊത്, ഊത് തുറാബ്, ഊത് തിക്കി, ഊത് ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഊതുകളുണ്ട്. അതിൽ ദഹനൽ ഊത് എന്ന് പറഞ്ഞ ഇതാണ്. ഇതിൽ ഹൈ ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ വേരിയേഷൻ നമ്മളിവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അഥവാ 3 ml 500 റുപ്പീസ്, 3 ml 800 റുപ്പീസ്, കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതൊക്കെ വരുന്നുണ്ട്. ഇത് 2 ml ഞാൻ 4000 റുപ്പീസ് കൊടുത്തത്. അതായത് 1 മില്ലിക്ക് 2000 റുപ്പീസ് പർച്ചേസ് ചെയ്യാൻ പ്രൈസ് വന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇങ്ങനത്തെ വില കൂടിയ ഊതുകളും പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദിവസത്തിൻ്റെ അടുത്തൊന്നും സ്മെല്ല് നിൽക്കുന്ന ഓയിൽ ഇന്ന് വരെ ഇല്ല എന്നുള്ളത്. പക്ഷെ അത് വെറുതെയാണ് ഞാൻ പറഞ്ഞത്. ഒരു ദിവസത്തിൻ്റെ അടുത്ത് എന്തായാലും 20 മണിക്കൂറിൻ്റെ മുകളിൽ നമുക്ക് സ്മെല്ല് നിൽക്കുന്ന ഓയിലുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതുപോലുള്ള ഫ്രാഗ്രൻസുകളേക്കാരം, സ്മെല്ലുകളേക്കാരം, സുഗന്ധങ്ങളേക്കാരം. കാരണം പെർഫ്യൂം ടച്ചിൽ നിന്ന് ഒരിക്കലും ഒരു 20 മണിക്കൂർ നമുക്കൊരു കാരണവശാലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഇമ്പോർട്ടഡ് ബ്രാൻഡഡ് പെർഫ്യൂമായ ഡിയോർ സവാജിൻ്റെ അവരെ പെർഫ്യൂമിന് പറയുന്ന 6 to 7 ഹവറിൻ്റെ ലാസ്റ്റിംഗ് എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഇങ്ങനത്തെ ഈ ഒന്നും മിക്സ് ആവാത്ത ഓയിലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യക്കാർക്ക് പിന്നെ ഇതിൻ്റെ ലോ ക്വാളിറ്റി അഥവാ 3rd ക്വാളിറ്റി അല്ലെങ്കിൽ 4th ക്വാളിറ്റി ഒക്കെ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് 3 ml 800 റുപ്പീസിനൊക്കെ. അത് ആവശ്യക്കാർക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ താഴെ നമ്മൾ വാട്സപ്പ് നമ്പർ തരാം. അതുപോലെ ഊതിൻ്റെ ചിപ്സും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. കൊള്ളി, കശപ്പ്, അത് നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ.